തിരികെ സ്വാഗതം ചെയ്യുകയാണ് ബ്രേക്കിംഗ് ഹൗസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഏറെ നടക്കുന്നുണ്ട്. അതിനൊപ്പം ചില നടപടികളിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമ വിവാദത്തിൽ മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വൻ അഴിമതിയാണ് നടന്നത് എന്നും മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘനത്തിന് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. വരവ് ചെലവ് കണക്കിൽ മന്ത്രി വ്യക്തത വരുത്തണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. ഞാന് ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ്. പക്ഷെ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. ഇത്രയും വലിയ ഒരു ധൂർത്ത്, ഒരു അഴിമതി നടന്നിട്ടും വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക. അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. അയ്യപ്പ സംഗമം നടത്തണമെന്ന് അവർ തീരുമാനിച്ചു. അത് സർക്കാരിന്റെ ചെലവിൽ സാധ്യമല്ല എന്നൊരു നിലപാട് കോടതിയും എടുത്തു. അപ്പോൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് ഗവൺമെന്റിന്റെ ചെലവിൽ നടത്തില്ല എന്ന് ഗവൺമെന്റ് സമ്മതിക്കുകയും ചെയ്തു. അയ്യപ്പ സംഗമത്തിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അതിനകത്ത് സ്പോൺസേഴ്സ് എത്ര തന്നിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദേവസ്വം ബോർഡ് ആയാലും ആരായാലും ജനങ്ങളുടെ മുമ്പിൽ ഈ കൺഫ്യൂഷൻ ആര് തീർക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വരവ് ചെലവ് കണക്കിനെ കുറിച്ച് തന്നെ വ്യത്യസ്തമായി ഒത്തിരി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടായത്? അത് മാറ്റാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് അത് മാറ്റിയേ മതിയാവും. തിരുവനന്തപുരത്ത് നിന്ന് റോഷിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിനു മുൻപ് ഈ ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചത്. അന്ന് കിട്ടിയ മറുപടി അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഇന്നലെ അതൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതുമാണ്. അതുകൊണ്ട് ആധികാരികമായി ചോദിക്കാൻ കഴിയും, നിയമസഭയിലേക്ക് അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ് പോകുമ്പോൾ എങ്ങനെ ഭരണപക്ഷം അതിനെ നേരിടും? മാധു, ഏറെ വൈകാതെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിന് നോട്ടീസ് സ്പീക്കർക്ക് നൽകും. നമുക്കറിയാം 23-നാണ് ഇനി സഭാ സമ്മേളനം പുനരാരംഭിക്കുക. ആ സഭാ സമ്മേളനത്തിൽ വീണ്ടും VN വാസവനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഈ കണക്കുകളിലെ അവ്യക്തതയാണ്. കാരണം നിയമസഭയിൽ നേരത്തെ രേഖാമൂലം നൽകിയ മറുപടി അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിയമസഭയുടെ സെഷൻ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ആ പ്രതിഷേധം മുഴുവൻ നടന്നത് മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടാണ്. ഇനി മറ്റൊരു കുരുക്ക് കൂടി ഇപ്പോൾ VN വാസവന് വരികയാണ്. ആ കുരുക്ക് മുറുക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ഇന്ന് ആദ്യത്തെ ആ അവകാശ ലംഘന നോട്ടീസിലൂടെ വരുന്നത്. ഇനി അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന് വ്യക്തമല്ല. ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ദേവസ്വം മന്ത്രിയും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വീണ്ടും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കും. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു രാഷ്ട്രീയ ആയുധം കൂടി സർക്കാരിനെതിരെ ലഭിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം സർക്കാർ കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഘം അതിന്റെ കണക്കിൽ ഒന്നാകെ ക്രമക്കേടാണെന്ന് തെളിയുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധിക്കാൻ കഴിയാതെ വല്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാധു, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകുന്നതിൽ. കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ സമീപകാലം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയം വന്നപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, അന്നത്തെ, അതായത് ഇപ്പോൾ ജയകുമാർ വരുന്നതിന് തൊട്ടു മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് 2019 നടന്നതല്ലേ? ഇപ്പോഴുള്ളവർക്ക് എന്ത് പങ്ക് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പിന്നാലെ വരുന്നത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. സ്വാഭാവിക ഉത്തരവാദിത്തം ഈ രണ്ടുപേരിലേക്കും ചാരാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കാണുന്ന ഒരു വലിയ സാധ്യത. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.